പ്രാർത്ഥനയോടെ നമുക്ക് ചേർന്ന് പാടാം. ദൈവത്തിൻ്റെ കൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് ഉടമ്പടി ധ്യാനത്തിലൂടെ. ദൈവത്തിൻ്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ദൈവാനുഭവങ്ങളുണ്ടാകും. വലിയ ആശ്വാസവും സന്തോഷവും ആശ്ചര്യവും. ചില സമയത്ത് ഒരു പകപ്പും ഉണ്ടാകും. ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ആശ്ചര്യവും അനുഭവവും ഒക്കെ ഉണ്ടാകും. പക്ഷെ ചില സമയത്ത് ഒരു പകപ്പുണ്ടാകും. ഈ പകപ്പ് എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും? വിശ്വാസിക്ക് ഇടയ്ക്കുണ്ടാകുന്നൊരു വിഷയമാണ് ദൈവപ്പകപ്പ്. എന്നുവെച്ചാൽ ദൈവം നമുക്ക് കൽപ്പിച്ചു കൂട്ടി തരുന്ന ഒരു സംഭ്രമം. ഞാനത് പറയാൻ കാര്യം, ഇപ്പോഴേ ഉച്ചയ്ക്ക് ശേഷം ഞാനൊരു സാക്ഷ്യം കേട്ടു. സാക്ഷ്യം ഇതാണ്. ഒരു നിഷ വിൻസെൻ്റ് വയനാട്ടിൽ നിന്ന്. അപ്പോൾ അവർക്ക് 6 വയസ്സ് മുതലേ കയ്യിൽ അലർജിയാണ്. അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് ഇവർ ഉടമ്പടി ചെയ്തെങ്കിലും ഉടമ്പടി ഈ വിഷയം വെച്ചിട്ടില്ലെന്ന് തോന്നണം. കാര്യം അവരവരുടെ ജീവിതത്തിൻ്റെ കൂടപ്പിറപ്പായിട്ട് കൊണ്ടു നടക്കുന്ന കുറേ സങ്കടങ്ങളുണ്ട്. ചില മനുഷ്യർ ഇതെൻ്റെ കൂടപ്പിറപ്പാണ്, ചിലർ പറയില്ല ഇതെന്നെയും കൊണ്ടേ പോകത്തുള്ളൂ, ചിലർ ഇതെൻ്റെ വിധിയാണ്. അത് കാരണം ഇത് പ്രാർത്ഥനയ്ക്ക് പോലും വെക്കാത്ത വിഷയങ്ങൾ. അതായത് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വെക്കുന്ന വിഷയങ്ങൾ എന്താണ്, ആ വിഷയങ്ങളിൽ നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ? കല്യാണം, വീട്, വിവാഹം, ജോലി, പരീക്ഷാ വിജയം, അങ്ങനെ ഇപ്പം കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളെയും നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഈ ചന്ദ്രൻ്റെ നിലാവിൻ്റെ സ്വക്ഷീകരണം പോലെയാണ്. പൂർണ്ണചന്ദ്രൻ ചില സമയത്തേ കാണത്തുള്ളൂ, അല്ലേ? പൗർണമിയിൽ മാത്രമേ പൂർണ്ണചന്ദ്രനെ കാണത്തുള്ളൂ. ഇടയ്ക്കുള്ള വൃദ്ധിക്ഷയങ്ങളുടെ ദിവസങ്ങളൊക്കെ കുറച്ച് കറുത്തതും കുറച്ച് വെളുത്തും ഇരിക്കും. അപ്പം നാരങ്ങാ മിഠായി പോലെ തേങ്ങാപ്പുള പോലെയൊക്കെ ഇങ്ങനെ ഇരിക്കും, അല്ലേ? പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും കുറേ ഭാഗങ്ങൾ അത്രയും വെളുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ കൂടെ കുറേ ഭാഗങ്ങളിങ്ങനെ കറുത്തിരിക്കണ കാണാം. ദൈവവിശ്വാസത്തിന് ഏതാണ്ട് ഇതുപോലെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നു കുറേ കാര്യങ്ങളെ. ദൈവത്തെ വിശ്വസിക്കുന്നത് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആണോ? അത് ഒന്ന് ചിന്തിക്കണം. ഇപ്പം ചിലർ ഉടമ്പടിയിൽ വെക്കുമ്പോൾ, നമുക്കിത് മരിയൻ ഉടമ്പടി ധ്യാനമാണല്ലോ, ചിലർ ഉടമ്പടി വെക്കുമ്പോൾ ചില കാര്യങ്ങൾ വെക്കാൻ മറന്നു പോവുകയോ വെക്കാതിരിക്കുകയോ ചെയ്യും. എന്താണ് കാരണം? അതിങ്ങനെ ജന്മന കൂടപ്പിറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് നമ്മുടെ അവബോധ മനസ്സ് പറയുന്നു ദൈവം പോലും അത് മാറ്റത്തില്ലെന്ന്. ഞാൻ ഈ നിഷാ വിൻസെൻ്റെ സാക്ഷ്യം കേട്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അവർക്ക് 6 വയസ്സ് മുതൽ ഒരു അലർജിയുണ്ട്. നമ്മുടെ കുട്ടി ഉടുപ്പിട്ട് നടക്കുന്ന കാലമില്ലേ, അപ്പോൾ ആ കാലം മുതൽ ഒരു അലർജി കയ്യിലിങ്ങനെ ചൊള്ളച്ച് ഇങ്ങനെ വരും. ചൊള്ളച്ചെന്നൊക്കെ പറഞ്ഞാൽ ആലപ്പുഴ ലാംഗ്വേജ് എനിക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഇങ്ങനെ കുരുക്കൾ പോലെ കുമ്പി വരും. അലർജിയാണത്.
അത് ഇവർ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ അനുഭവിക്കുകയാണ്. ചില ആൾക്കാരുടെ 20 കൊല്ലമായ വലിവ്. കൃപാസന സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുൻകാല പ്രാബല്യത്തോടെ കർത്താവ് കുറേ ഫയലെടുക്കണ കാണാം. ദൈവത്തിൻ്റെ നമുക്ക് ഒരു കാര്യം ദൈവവേദന ശ്രദ്ധിക്കണം. ഒരു കാര്യം 2 തരത്തിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഒന്ന് എൻ്റെ തലവിധിയാണെന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യുക. രണ്ടാമത്തത് കർത്താവിൻ്റെ ദാസി അങ്ങയുടെ വചനം പോലെ നിറവേറട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാം. നമുക്ക് വരുന്നൊരു പ്രശ്നം, നമ്മൾ ഈ കൃപയുടെ വ്യവഹാരത്തിലും വ്യാപാരത്തിലുമൊക്കെ ഒത്തിരിയേറെ ഇഡിയറ്റായിട്ടുള്ള ഒത്തിരിയേറെ നിലപാടുകൾ കൊണ്ട് ഒത്തിരി നഷ്ടം വരുന്നുണ്ട്. ചില ആൾക്കാർ, ഇപ്പോൾ ചേച്ചിയുടെ കാര്യം തന്നെ എടുത്തേ, അവർക്ക് 6 വയസ്സ് മുതൽ ഇതുണ്ട്, അലർജി ഉണ്ട്. ഇപ്പോൾ അവർക്ക് എത്രയോ വയസ്സ്. കാര്യം അവർക്ക് മരുമകളുണ്ടെന്ന്, കുഞ്ഞുണ്ടെന്നും മൂത്ത മകളുണ്ടെന്നും അവൾക്ക് കല്യാണം കഴിഞ്ഞെന്നൊക്കെ സാക്ഷ്യത്തിലുണ്ട്. അതിൻ്റെ അർത്ഥം എങ്ങനെയായാലും ഒരു 45 വയസ്സെങ്കിലും കാണും. 50-45 വയസ്സ്. അപ്പോൾ 10-45 വർഷമായിട്ട് ഈ അലർജി കൂടെയുണ്ട്. 10-45 വർഷമായി ഈ അലർജിയോട് ഇവർ കോംപ്രമൈസ് ആയിരിക്കുന്നത്. എന്താണ്? അത് ദൈവഹിതമാണെന്നല്ല വിഷയം, അതിൻ്റെ വിധിയാണെന്ന്. ദിസ് ഈസ് ദ ഡിഫറൻസ്. പല വിഷയങ്ങളും നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്, നമ്മളത് മാർക്കറ്റിൽ കൊടുക്കുകയായിരുന്നെങ്കിൽ നമുക്ക് കോടികളുടെ കൃപ കിട്ടും. ആത്മീയമായ ഒരു വ്യവഹാരത്തിന് അത് സമർപ്പിക്കാൻ ഒത്തിരുന്നെങ്കിൽ നമുക്കത് കോടിക്കൃപയായി മാറിയേനാം. പക്ഷെ നമ്മളത് വൃഥാ ഉപയോഗശൂന്യമാക്കി കളഞ്ഞു. ഇത് വലിയൊരു ട്രാജഡിയാണ്. എക്കാലങ്ങളിലും എല്ലാ മനുഷ്യരിലും ഉള്ള ഒരു ട്രാജഡിയാണിത്. എന്താണ്? ഇപ്പോൾ കുടിയനായ ഹസ്ബൻഡ് ഒരിക്കലും എൻ്റെ അച്ചോ ഈ മനുഷ്യനെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ ഇനി പള്ളിയില്ല എന്തുകൊണ്ട് ഇനി അതുകൊണ്ട് അവർ പ്രാർത്ഥിക്കത്തില്ല. പ്രാർത്ഥിക്കാൻ എന്തു ചെയ്യും? ഇത് നമ്മുടെ വിധിയാണ് എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ പല വിധികളാണെന്ന് പറഞ്ഞിരിക്കുന്ന അക്സെപ്റ്റ്. അപ്പം നീ ഒരു കാര്യം ഈ വിധിയാണെന്ന് പറയുമ്പോൾ തന്നെ നീ യേശുക്രിസ്തുവിനെ പുറത്താക്കി വാതിലടച്ച് കളഞ്ഞു. ഒരു കാര്യം നീ വിധിയാണെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ രക്ഷയെ നിഷേധിച്ചുകൊണ്ട് വാതിലടച്ച് കളഞ്ഞു. കാര്യം യേശുവിനെ അറിയാത്ത ആൾക്കാരും വിഷയങ്ങൾ വിധിയാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. മാറാത്ത വിഷയങ്ങൾ വിധിയാണെന്ന്. അപ്പോൾ യേശുവിനെ അറിഞ്ഞു എന്ന് പറയുന്ന നീയും ചില മാറാത്ത വിഷയങ്ങൾ വിധിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കണത്? യേശുവിനെ പുറത്താക്കി, ജീവിതത്തിൽ നിന്ന് പുറത്താക്കി വാതിലടക്കുകയാണ്. കാര്യം ഇത് നിനക്ക് ശരിക്കും ഏതായാലും നീ വിധിയാണെന്ന് പറഞ്ഞ് ഇത്രയും സഹിച്ചല്ലോ. ഇത് പക്ഷേ ഇത് എൻ്റെ കർത്താവിൻ്റെ തിരുമനസ്സാണിത്. ഈശോയ്ക്കിഷ്ടമുള്ള സൗഖ്യമാകട്ടെ. ഈശോയ്ക്കിഷ്ടമുള്ള അത്രയും കാലം, ഈശോ ഏറ്റെടുക്കുന്ന അത്രയും കാലം ഞാനത് യേശുവിന് വേണ്ടി സഹിക്കും. അല്ലെങ്കിൽ യേശുവിൻ്റെ തിരുമനസ്സ് നിറവേറ്റി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിശ്വാസത്തിൽ വളരും. ഇപ്പം റോമാലേഖനം എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ വളരുവിൻ. റോമ 4:20 വചനങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ വളരുവിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലെ ഒരു വിഷയത്തിന് ഒരു വിഷയത്തിന് 2 മഹത്വങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഒന്ന്, നാട്ടുകാരൻ നമ്മളെ മഹത്വപ്പെടുത്തും, ഇല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരൻ നിങ്ങളെ മഹത്വപ്പെടുത്തും, നിങ്ങൾ അപ്രോച്ച് ചെയ്യും, നിങ്ങളെ അംഗീകരിക്കും, നിങ്ങളുടെ മാർക്ക്, അതുപോലെ നിങ്ങളുടെ ഓരോരോ വിജയങ്ങളിലെല്ലാം നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു മഹത്വം കിട്ടും. ഈ നമുക്ക് കിട്ടുന്ന മഹത്വം തീർച്ചയായിട്ടും നമ്മളെ വളർത്തും. എങ്ങനെ വളർത്തും? നമ്മളെ മാനുഷികമായിട്ട് വളർത്തും. മാനുഷികമായിട്ട് വളർന്നാലുള്ള അവസ്ഥ അറിയാവില്ല. എത്ര വളർന്നാലും സിമിത്തേരി വരെ മാത്രമേ മനുഷ്യൻ വളരത്തുള്ളൂ. പിന്നെയും വളരാം. കല്ലറ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ പിന്നെയും വളരാം. അങ്ങനെ
ഓരോരുത്തരും ഓരോ രീതികളിലൊക്കെ അവസാന കാലങ്ങളിലൊക്കെ കുറേ അഭ്യാസങ്ങൾ കാണിക്കും. അങ്ങനെ വളരാം. പക്ഷേ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ചാരം പോലെ തന്നെ വീണ്ടും മണ്ണിലടിയണം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഓരോ മനുഷ്യൻ്റെ വിഷയങ്ങൾ നമ്മളുടെ ഔന്നത്യത്തിൽ നമ്മളെ മഹത്വപ്പെട്ട് നമുക്ക് മഹത്വം സ്വീകരിച്ച്, ഇപ്പോൾ ഓരോ ആൾക്കാരുണ്ട്, കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾ പരസ്പരം മഹത്വം സ്വീകരിക്കുന്നവരാണ്. മനുഷ്യന്മാരുടെ ഇടയിലുള്ള ഏറ്റവും വലിയ പരസ്പരം മഹത്വം സ്വീകരിച്ച് പരസ്പരം വളർന്നുകൊണ്ടിരിക്കും. എത്ര വളരാൻ പറ്റും? നീ എന്തിനാണിത് സഹിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ദൈവസ്നേഹത്തെ പ്രതിയാണ് സഹിക്കുന്നത്. ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ഞാനിത് അക്സെപ്റ്റ് ചെയ്യുന്നു. ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ഞാനിത് അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പം അതിനകത്ത് വേറെ ഗുണവും ദോഷവും ഒന്നും അമ്മ തെരേസ്യ പറഞ്ഞ പോലെ വരും. അമ്മ തെരേസ്യ പറഞ്ഞ, സ്വർഗം മോഹിച്ചാണ് ഈശോ ഞാൻ നിൻ്റെ പിന്നാലെ നടക്കണത് എന്ന് നീ ഒരിക്കലും കരുതരുത്. എനിക്ക് സ്വർഗമല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് നിന്നെ തന്നെയാണ്. എൻ്റെ ആധ്യാത്മികത എന്നെ വല്ലാത്ത സ്വാധീനിച്ചിട്ടുള്ള ഈ വിശുദ്ധന്മാരുടെ ജീവചരിത്രത്തിലൊക്കെ പകുതി മുക്കാലുമൊക്കെ എഴുത്തുകാരുടെ നുണകളുണ്ട്. അത് കാരണം ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഞാൻ സാധാരണ വായിക്കാറില്ല. പക്ഷേ ചില ക്ലാസിക്കൽ സയൻസിൻ്റെ സത്യസന്ധമായ ചില വരികളുണ്ട്. അത് നമുക്ക് നിഷേധിച്ചുകൊണ്ട്, കാര്യം അവർ നമുക്ക് മുമ്പ് ഈശോനെ അനുഭവിച്ച ആൾക്കാരാണ്. കാരണം അവരുടെ ജീവിതത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് അവർ പുസ്തകം എഴുതുമ്പോൾ ഈ പുസ്തകം എഴുത്തുകാർ അവർക്ക് ഓരോ വിശുദ്ധന്മാരുടെ ജീവചരിത്രത്തിൽ കേട്ടുള്ള കാര്യങ്ങൾ പുതിയ വിശുദ്ധന്മാരുടെ ജീവചരിത്രം എഴുതുമ്പോൾ കോപ്പി അടിച്ച് ചേർക്കണം കണ്ടിട്ടില്ലേ? അതെല്ലാം കോപ്പി അടിക്കുക. ഇങ്ങനെ സഭയിൽ കുറേ തരികിട പരിപാടികൾ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതല്ല. പക്ഷേ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നതും സ്നേഹിക്കുന്നതും പോലും എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ മനസ്സ് ദൈവത്തിന് വേണ്ടി മാത്രം, സ്വർഗത്തിന് വേണ്ടി പോലും അല്ല. കാര്യം അപ്പോൾ അതിൻ്റെ അകത്തൊരു ചെറിയൊരു സ്വാർത്ഥത വരും അല്ലേ? സ്വർഗത്തിന് വേണ്ടി പോലും അല്ല. കാര്യം അതെല്ലാം ദൈവത്തിൻ്റെ വിഷയം, ദൈവത്തിൻ്റെ കൈകളിലുള്ള വിഷയമാണ്. അതാണ് അമ്മ തെരേസ്യ വളരെ എത്രയോ വർഷം കർത്താവിൽ ജീവിച്ചിട്ട് അവസാനം പറയുന്ന ചില കാര്യങ്ങളിൽ ഒന്നാണത്. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ യേശുവേ, സ്തോത്രം യേശുവേ, നന്ദി. നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്ന് ദൈവത്തിന് തോന്നണ രീതിയിൽ വേണം ആരാധനകൾ കൂടാൻ. കാര്യം ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ദിവസങ്ങളിൽ വേറൊരു സാക്ഷ്യം കേട്ട്. അതായത് അവർ ആരാധനയെ പങ്കെടുത്തിട്ടേ ഇല്ല, കൃപാസനത്തിൽ വന്നിട്ടില്ല. പണ്ടെങ്ങോ ഞാൻ ചെയ്ത ഒരു ആരാധനയാണ്. പക്ഷെ ആ ആരാധനയുടെ സമയത്ത് അവിടെ വിളിച്ച് പറയുന്ന ഒരു സംഭവമുണ്ട്. കഴുത്തിലെ വ്രണം, മുഴ അപ്രത്യക്ഷമാകുന്നതായിട്ട് ആരാധനയെ വിളിച്ച് പറയും. ആ സമയത്ത് ഈ ചേച്ചി ഒന്നോ രണ്ടോ കൊല്ലം മുമ്പ് നടന്ന ആരാധനയാണ്. അവിടെയുള്ള ദർശനമാണ് ഈ പറയണത്. ആ സമയത്ത് ചേച്ചി അത് കേട്ടുകൊണ്ട് കഴുത്തിലെ മുഴയുള്ള ചേച്ചി കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ പിറ്റേ ദിവസം ആ മുഴ കാണാനില്ല. മുഴ കാണാനില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പഴയ ധ്യാനമാണെങ്കിലും നമ്മൾ അവിടെ പറയണ എന്താണ്? ദൈവവചനമല്ലേ പറയണത്. അപ്പം ആ ദൈവവചനമായത് കൊണ്ട് തന്നെ ഇതിന് പഴയതും പുതിയതും ഒന്നുമില്ല. അതെപ്പോഴും പുതിയത് തന്നെയായിരിക്കും. നമ്മൾ സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുന്ന പോലെ ഓരോ പ്രഭാതത്തിലും എനിക്ക് നിന്നോടുള്ള സ്നേഹം പുതിയതായതുപോലെ നീ കേൾക്കുന്ന വചനങ്ങളും ആ പുതിയ സ്നേഹത്തിൻ്റെ അനുഭവമാണ് നമുക്ക് നൽകുന്നത്. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പറഞ്ഞുകൊണ്ട് വന്ന വിഷയം, അതായത് ഓരോ മനുഷ്യൻ്റെ വിശ്വാസത്തിലും കുറച്ച് വെളിച്ചവും കുറച്ച് ഇരുളും കിടക്കുന്നുണ്ട്. ഈ ഇരുളെന്ന് പറയണത് ആ വിഷയത്തിൽ നീ ദൈവത്തിലെ വിശ്വസിക്കുന്നില്ല. എന്താ കാര്യം? കുറേ കാലം നീ പ്രാർത്ഥിച്ചതാണ്. ഇപ്പോൾ അയൽവാസികൾ തമ്മിലുള്ള വസ്തു തർക്കമാണെന്ന് വിചാരിച്ചോ.
ഫസ്റ്റ് തർക്കം വർഷങ്ങളായി നിങ്ങളെ ഭിന്നതയിലാണ്. ആ ഫയൽ നീ ക്ലോസ് ചെയ്ത്. എവിടെ? അവരോടും മിണ്ടണില്ല, ആ വിഷയം ദൈവത്തോടും മിണ്ടണില്ല. അപ്പോൾ നീ ആരായി മാറും? മൂകപ്പിശാസായി മാറും. കർത്താവിൻ്റെ ഒരു സ്വഭാവം എന്താണ്? മൂകപ്പിശാസിനെ അവൻ ബഹിഷ്കരിക്കും. അപ്പം കാര്യം ഒരു അതിർത്തി തർക്കം ഉണ്ടായി. എന്നിട്ടത് കുറേ നാൾ കോംപ്രമൈസൊക്കെ ചെയ്യാൻ വേണ്ടി ആൾക്കാരെ മധ്യസ്ഥന്മാരൊക്കെ വെച്ചു. നീയും കുറേ പ്രാർത്ഥിച്ചു. ഇപ്പോഴെന്താണ്? അതിനൊരു അനക്കമില്ല. അപ്പോൾ നീ എന്ത് ചെയ്ത്? ആ വിഷയം നീ വിട്ടു. ആരൊക്കെ വിട്ടു? ദൈവത്തിനിടയ്ക്കൊന്നും വിട്ടു, അയൽവാസിയോടും മിണ്ടാട്ടവും ഇല്ല. ആ വിഷയം ദൈവത്തോടും മിണ്ടാട്ടം ഇല്ല. ഇപ്പം രണ്ട് തരത്തിൽ നീ മിണ്ടണില്ല. ഒന്ന്, ആ വിഷയം നീ ദൈവത്തോട് മിണ്ടണില്ല. എന്താണ്? അത് ദൈവത്തിനെ ശ്രദ്ധിക്കത്തില്ല, ദൈവത്തിന് പോലും ചെയ്യാൻ പറ്റത്തില്ല എന്ന് നിൻ്റെ അവബോധ മനസ്സ് നിനക്ക് തെറ്റായ ഉപദേശം നൽകിയിരിക്കുന്നു. അയൽവാസിയോട് നീ മിണ്ടാറേയില്ല ആ വിഷയം കാരണം. നീ അയൽവാസിയോട് ആ വിഷയം കാരണം മിണ്ടാതിരിക്കുമ്പോൾ നീ എന്താണ് ദൈവത്തോട് പറയണത്? എനിക്ക് ദൈവത്തോടുള്ള സ്നേഹത്തേക്കാൾ വലുതാണ് അതിർത്തി തർക്കമെന്നാണ് എൻ്റെ അർത്ഥം. എനിക്ക് അതിർത്തി തർക്കം എന്താണ്? അത് ഞാൻ അവരോട് മിണ്ടണില്ല. എൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് ദൈവത്തോടുള്ള സ്നേഹത്തേക്കാൾ വലുതാണ് ഒരു പിടി മണ്ണ്. എനിക്ക് അല്ലെങ്കിൽ ഒരു പിടി മണ്ണ്, അല്ലെങ്കിൽ ഒരു സെൻറ്റ് മണ്ണെന്ന് വിചാരിച്ചു, ഭൂമിയെന്ന് വിചാരിച്ചു. അത് നീ അവരോട് മിണ്ടണില്ല, ആ ഒരു വിഷയത്തിൽ നീ അവരോട് മിണ്ടണില്ല, സംസർഗമില്ല എന്നെങ്കിൽ നീ പറയാതെ പറയുന്ന വിഷയം എന്താണ്? ദൈവത്തിലെ ഉടമ്പടി എടുത്ത ഒരു കുഞ്ഞു പോലും ഈ മനോഭാവത്തിൽ നിന്ന് ഡെലിവർ ചെയ്യണം. ഈ മനോഭാവത്തിൽ നിന്ന് ഡെലിവർ ചെയ്യണം. അത് ഈ രക്ഷപ്പെട്ട് പുറത്തു വരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സെൻറ്റ് ഭൂമിയേക്കാൾ, ദൈവത്തിൻ്റെ സ്നേഹത്തേക്കാൾ വലുതല്ല ഒരു സെൻറ്റ് ഭൂമി എന്ന് പറയണത്. അപ്പോൾ നമ്മൾ കർത്താവിനെ വിലപേശുകയാണ്. ഒരു സെൻറ്റ് ഭൂമി വെച്ച് കർത്താവിൻ്റെ വചനം നമ്മളെ വിലപേശി തൂക്കി നോക്കുകയാണ്. അതായത് ഇങ്ങനെ കുറേ ഇപ്പം നമ്മളെ ബന്ധനം അഴിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ, സത്യസന്ധമായി കഴിഞ്ഞ ഈ സ്വഭാവത്തിൽ വന്നുപെട്ട ബന്ധനങ്ങളില്ലേ, അതാണ് ആദ്യം അഴിക്കേണ്ടത്. അല്ല എല്ലാവരെയും പിശാച് ബാധിച്ചിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടിൽ കാണുന്നവരെ കണ്ട് ബന്ധനം അഴിക്കണ പരിപാടിയൊന്നുമില്ല. ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും അറിയാത്ത ബന്ധനങ്ങൾ ഒത്തിരി കിടപ്പുണ്ട്. നീ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അറിയാത്ത ബന്ധനങ്ങളെക്കുറിച്ച് വിവരമാകണം. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്നെന്താണ്? ചില ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നു, ആ വിഷയം ദൈവത്തോട് പറയണില്ല, ആ വിഷയം നിൻ്റെ പ്രതിയോഗിയോടും പറയുന്നില്ല. അത് നീ സൈലൻ്റായിട്ട് കൊണ്ടു നടക്കണം. ഇപ്പോഴും ഉടമ്പടി എടുത്തിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നീ ദൈവമായിട്ട് ഉടമ്പടിയിലാണ്. അപ്പോൾ നിൻ്റെ വിശ്വസ്തതയുടെ ഒരു ഭാഗമായിട്ട് വരും. എന്താണ്? ഉടമ്പടി അടിസ്ഥാനപരമായിട്ട് എന്താണ്? അനുതാപത്തിൻ്റെ പ്രാർത്ഥനയാണ്. അനുതാപത്തിൽ നിന്നാണ് വിശ്വസ്തത ഉണ്ടാകുന്നത് അല്ലേ? എല്ലാ വിഷയവും ചിലപ്പോൾ ദൈവം ഹാർഡാക്കി തരും. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഹാർഡാക്കി തരും. ചിലപ്പോൾ ഉടമ്പടി ചെയ്യണവരെ സിമ്പിളായി ഉള്ള കാര്യമായിരിക്കും, ഉടമ്പടി ചെയ്യുമ്പോൾ ആ വിഷയം ഹാർഡായി മാറും. ഇപ്പം ഞാൻ ഈ നിഷ വിൻസൻ്റെ കാര്യം പറഞ്ഞത് എന്താ അറിയാമോ? ഇതുപോലെ നിഷ വിൻസൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അലർജിയെക്കുറിച്ചുള്ള പ്രാർത്ഥനകൾ യൂട്യൂബിൽ കേൾക്കൊണ്ടിരിക്കുകയാണ്. അലർജിയെക്കുറിച്ചുള്ള പ്രാർത്ഥനകൾ. അവളെന്നാ ചെയ്തിരിക്കണത്? അവളുടെ ഇപ്പോൾ ആ ചേച്ചിക്ക് ഇപ്പോൾ 47 വയസ്സില്ലേ, ഇപ്പം കയ്യിൽ മുഴുവൻ അലർജിയാണ്. 6 വയസ്സ് തുടങ്ങിയതാണ്. ഈ അലർജി യൂട്യൂബിൽ മൊബൈലിൽ കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. അലർജിക്കൈയുടെ കൈകൾ മൊബൈലിൽ കൃപാസനം ധ്യാനത്തിൻ്റെ മൊബൈൽ വെച്ചുകൊണ്ട് ധ്യാനത്തിൻ്റെ പ്രാർത്ഥനാ സമയത്ത് ഈ വയനാട്ടുകാരത്തെ നിഷ വിൻസെൻ്റ് തൻ്റെ അലർജി വന്ന 6 വയസ്സ് തുടങ്ങിയ അലർജിയുടെ കൈകൾ ഈ മൊബൈലിൽ കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. വിശ്വാസ പ്രമാണം ചൊല്ലി സ്തുതിച്ച് പ്രാർത്ഥിക്കും. എൻ്റെ പൊന്നെ, പണിയായിപ്പോയി. എന്താ പണിയായത്? ഇതുവരെ ഒരു പ്രശ്നമില്ലാതിരുന്ന കൈയാണ്, അലർജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസം ഈ സാധനം ഇങ്ങനെ പൊള്ളിപ്പഴുത്ത് വലിയ വികൃതമായി മാറി. അപ്പോൾ ഇവർക്കൊരു പ്രശ്നമായി. എന്താ സംഭവം? ഇവളൊരു പരീക്ഷണത്തിന് വേണ്ടി കാണിച്ചു നോക്കിയതാണ്. ഒക്കട്ടെ കിട്ടിയ കുട്ടിയെന്നും പറഞ്ഞുകൊണ്ട് കാണിക്കണമല്ലോ ചില ആൾക്കാർ. ദൈവത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കളിക്ക് വരരുത് ഒരിക്കലും.
അതായത് കിട്ടിയ ഒക്കട്ടെ, കിട്ടിയ കൂട്ടി പോയ ചട്ടി എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരില്ലേ? പലരുടെയും പ്രാർത്ഥനയിൽ ഈ സാധനമുണ്ട്. പ്രാർത്ഥിക്കും, പക്ഷേ ഒക്കത്തില്ലെന്ന് എനിക്കറിയാം എന്ന് ഉള്ളിൽ വിചാരിക്കും. ഈ ഉള്ളിൽ വിചാരിപ്പെന്ന് പറയണത് വല്ലാത്ത പെശകസ് പരിപാടിയാണ്. നീ എന്ത് പ്രാർത്ഥിക്കുന്നോ, നീ എന്ത് ഉള്ളിൽ വിചാരിക്കുന്നു, രണ്ട് സെയിമാണ്. അപ്പോൾ ഓരോ വിഷയവും നമുക്ക് അർഹിക്കുന്ന രീതിയിലുള്ള വിശ്വാസം വേണ്ടേ? വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റേതായിട്ടുള്ള അർഹിക്കുന്ന രീതിയിലുള്ള വിശ്വാസം. ഇപ്പം എല്ലാ വിഷയത്തിനും ഇപ്പോൾ പണ്ട് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, കണ്ണൂരിൽ നിന്നൊരു മോള് ഒരു ബോയൻ്റെ വെഞ്ചരിക്കാൻ കൊണ്ടുവന്ന ബോയൻ്റെ എന്ന് പറയുന്നത് അമ്പും വില്ലും. ഇപ്പം നാഷണൽ അത്ലറ്റാണ്, ദേശീയ താരമാണ്. അപ്പം അവർ ബോയൻ്റെ ആരോയാണ് അവരുടെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് അവർ കണ്ണൂരിൽ ട്രെയിനിൽ കൊണ്ടുവന്നതാണ് ഇവിടെ വെഞ്ചരിക്കാൻ. കുർബാന കഴിഞ്ഞപ്പോൾ ഞാൻ ആ ബോയൻ്റെ ഞാൻ തന്നെ പൊക്കിയിട്ട് എനിക്ക് പൊക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുണ്ടായിരുന്നാൽ അത് ഈസി അല്ലായിരുന്നു. അപ്പം ഞാനിവിടുത്തെ ആ മോളെ കണ്ടപ്പോൾ അവർക്ക് എങ്ങനെയായാലും ഒരു 17 വയസ്സൊക്കെ കാണും. അത്ര എന്നെപ്പോലെ സ്കെൽറ്റ് ടൈപ്പാണ്. പക്ഷെ ഞാനൊരു കൊച്ചിങ്ങനെ ഇത് പൊക്കിയിട്ട് വേണ്ടേ ഇത് ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ ചിലപ്പോൾ എനിക്കറിയാം പ്രാക്ടീസ് കൊണ്ട് അത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും. ഞാനിത് ബോയൻ്റെ വെഞ്ചരിച്ച് കൊടുത്തു. നാഷണലിൽ പോകണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവർ സ്റ്റേറ്റിൽ കിട്ടിയിട്ടല്ലേ അത് പോണത്. 3 കോടി ജനങ്ങളുടെ ഇടക്കുന്ന് അവർക്ക് ഒരു 1ാം സമ്മാനം കിട്ടിയിട്ടാണല്ലേ കൊച്ച് ദേശീയ മത്സരത്തിന് പോണത്. പക്ഷെ അവൾ പോയി കഴിഞ്ഞ സമയത്ത് എനിക്ക് മറ്റൊരു തരത്തിലുള്ള ചിന്തയാണ് വന്നത്. എന്താ കാര്യം? ബോയൻ്റെ ഞാനത് പിടിച്ച് എയ്യണമെങ്കിൽ മിക്കവാറും ഒരു 10 മീറ്റർ ചെന്ന് അത്രേ ഉള്ളൂ. പക്ഷേ ആ കുട്ടി അത് എയ്യുമ്പോൾ അത് ചിലപ്പോഴൊരു 30 മീറ്റർ പോകും. 30 മീറ്റർ പോയാൽ പറ്റത്തില്ല. അതിൻ്റെ ലക്ഷ്യത്തിൽ ചെന്നത് തറക്കണം. അപ്പോൾ അതെന്താ? അത് അവരുടെ കപ്പാസിറ്റിയാണ്. ഈ ഉടമ്പടിയിൽ ഒരു കപ്പാസിറ്റി പ്രോബ്ലം ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. നമ്മുടെ അത് ഉടമ്പടി ധ്യാനമാണല്ലോ. കാര്യം ഉടമ്പടി ചെയ്തവർക്കും ഉടമ്പടി പുതുക്കിയവർക്കുമാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും അതിൻ്റെ ഉടമ്പടി യാത്രയിൽ വ്യത്യസ്തമായ നിർദ്ദേശം നൽകേണ്ടത്. ഉടമ്പടി ഒരു കപ്പാസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. കാര്യം ഇപ്പോൾ ആ കുട്ടിയുടെ വിഷയം തന്നെ എടുത്ത പോലെ ഞാൻ ആ ബോയൻ്റെ ഷൂട്ട് ചെയ്താൽ 10 മീറ്റർ എനിക്ക് അത് വിടാൻ പറ്റത്തുള്ളൂ, ലക്ഷ്യത്തെ കൊള്ളത്തില്ല. പക്ഷെ ആ കുട്ടി അത് ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 30 മീറ്റർ ചെല്ലുകയും ലക്ഷ്യത്തിൽ കൊള്ളുകയും ചെയ്യും. അപ്പം അങ്ങനെ വരാൻ കാരണം വെച്ചത് അവരുടെ കപ്പാസിറ്റിയാണത്. ഇതുപോലെ ഉടമ്പടിക്കൊരു കപ്പാസിറ്റി ഉണ്ട്. ഇപ്പം എല്ലാവരും ഉടമ്പടി ചെയ്യുന്നു. ഒത്തിരി പേർക്ക് സാക്ഷ്യങ്ങളുണ്ട്. എല്ലാവരും തന്നെ പകുതിയോളം പേരെങ്കിലും ഇവിടെ വന്നത് പറയുന്നുണ്ട്. ചില ആൾക്കാർ പറയാതിരിക്കുന്നത്, അയ്യോ ഞങ്ങൾ വന്നാൽ എങ്ങനെ യൂട്യൂബിൽ ഉടനെ വരുമല്ലോ പേര്, അത് അവർക്ക് ഭയങ്കര ക്ഷീണമാണ്. കാര്യം ഉടമ്പടി ചെയ്യാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കർത്താവ് ഒരു അനുഗ്രഹിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തത്തില്ല. പിന്നെ അടുത്ത വിഷയം ഉണ്ടാകുമ്പോൾ വീണ്ടും വന്ന് അവർ ഉടമ്പടി ചെയ്യും. പക്ഷേ ദൈവം അനുഗ്രഹിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തത്തില്ല. എന്താ കാര്യം? അവർക്ക് തന്നെ വലിയ മഹത്വമുണ്ട് നാട്ടിലെ. അവർ ചിലപ്പോൾ ഹെഡ് മിസ്ട്രസ് ആകാം, അല്ല ചിലപ്പോൾ ഡോക്ടറാകാം. എന്തുമാത്രം ഡോക്ടേഴ്സ് വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പക്ഷെ ആരെങ്കിലും 1-2 ഡോക്ടർമാർ മാത്രമേ ധൈര്യം കാണിച്ചുള്ളൂ സാക്ഷ്യം പറയാൻ. അനുഭവം ഇല്ലാഞ്ഞിട്ടല്ല, ഉടമ്പടിക്ക് അനുഭവമില്ലേ പിന്നെ എന്തിന് അനുഭവം ഉണ്ടാകില്ല. പക്ഷേ എന്താ പ്രശ്നത്തിൽ അവർ തങ്ങളുടെ പേഷ്യൻ്റ് തങ്ങളുടെ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവരും ചോദിക്കത്തില്ലേ? കാര്യം ഇവർ ഭംഗിക്കെങ്കിലും ദൈവത്തെ നിഷേധിച്ച ആൾക്കാർ ആ കൂട്ടത്തിലുണ്ടാവും. ഭംഗിക്കെങ്കിലുമേ ഇപ്പോൾ നാട് ഓടുമ്പോൾ നടുവേ ഓടണമെന്ന് പറഞ്ഞുകൊണ്ട് എവിടെയാണ് അവിടെ ചെല്ലുമ്പോൾ വിശ്വാസം ഇല്ലാത്തതാണ്
അവിടെ ഒരു ക്രെഡിറ്റ് എങ്കിൽ വിശ്വാസം ഉള്ളവന് ഇല്ലാത്തതുപോലെ അവിടെ അനുഭവിക്കും അല്ല അഭിനയിക്കും. അത് വലിയ ഒരു ട്രാജഡിയാണ്. ആധ്യാത്മിക ജീവിതത്തിൻ്റെ ട്രാജഡികൾ. എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയി? എന്തുകൊണ്ട് നിങ്ങളെ ദൈവം തൊടുന്നില്ല? എന്തുകൊണ്ട് ദൈവം നിങ്ങളെ പെട്ടെന്ന് തൊടുന്നില്ല എന്നാണ് ഞാൻ പറയണത്. ഓരോരോ മനോഭാവങ്ങളാണ് ശരിക്കും. കാര്യം ചില കൂട്ടത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തെ അങ്ങനെ അംഗീകരിക്കണ ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ അംഗീകരിക്കാത്തവരുടെ കൂടെ കൂടുമ്പോൾ അവർ ദൈവത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവവിശ്വാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ സഭയെക്കുറിച്ച് അല്ലെങ്കിൽ വിശ്വാസികളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ തരികിട പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒന്നെങ്കിൽ ചിരിച്ചുകൊണ്ട് കേട്ടുകൊണ്ട് നിൽക്കും. അതിനേക്കാൾ നല്ലത് നീ പോയി പട്ടിക്കാടം തിന്നണതാ. കാരണം നീ ദൈവത്തിൻ്റെ വേഷം കെട്ടി വിശ്വാസത്തിൻ്റെ വേഷം കെട്ടി കൃപാസനത്തിൽ വർക്ക് ചെയ്യുകയും ചെയ്യും, അല്ലെങ്കിൽ കൃപാസനത്തിൽ വന്ന് നീ ഉടമ്പടി എടുക്കുകയും ചെയ്യും. പക്ഷെ കല്യാണപ്പാട്ടിലും മരണപ്പാട്ടിലും ഒക്കെ ചെല്ലുമ്പോൾ നിൻ്റെ വിശ്വാസം ഏറ്റു പറയാൻ മരിച്ച വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കുരിശ് മര്യാദയ്ക്ക് വരക്കാത്ത എത്രയോ പേപ്പട്ടികൾ ഈ സഭയിലുണ്ട്. ഞാൻ ചില ആൾക്കാർ ഞാൻ മരിപ്പ് പിടിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിക്കും. കാര്യം ഒരു വിശ്വാസമുള്ളവ വന്നിട്ട് ആ മൃതശരീരത്തിന് നേരെ നിന്നിട്ട് അവിടെ നിന്നിട്ട് കുരിശ് വരച്ചിട്ട് ഒരു സ്വർഗസ്ഥനായതും ഒരു നന്മ നിറഞ്ഞൂറും ചൊല്ലി ആത്മാവിന് വേണ്ടി കാഴ്ചവെച്ച് കുറച്ചു നേരം മൗനമായി പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ മാറിയിരിക്കുന്നത്. ഇതങ്ങനെയല്ല. നേരെ വന്ന് മുഖത്തിട്ട് നോക്കും, ശവത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് വേറൊരു ശവമായി പോയി അവൻ കസേരയിരിക്കും. ഇങ്ങനെ കുറേ ശവക്രിസ്ത്യാനികളുണ്ട്. കാര്യം ദൈവം നമ്മൾ അടുക്കുന്ന ദൈവാനുഭവം കിട്ടുന്നില്ല എന്നല്ല പ്രശ്നം. നമ്മൾക്ക് എന്താ സംഭവിച്ചത്? നമ്മൾ ഒക്കെ ചേര തിന്നണ നാട്ടിൽ തന്നപ്പോൾ നടുത്തുണ്ടൻ തിന്നാൻ വേണ്ടിയുള്ള വ്യഗ്രത കാണിച്ചു. വിശ്വാസം കുറവുള്ളവൻ്റെ അടുത്ത് എന്നിട്ട് അവസാനം അവൻ പറയണത് വേദപ്രമാണമാക്കി എടുത്തിട്ട് നമ്മളും അവനെപ്പോലെ അഭിനയിച്ചുകൊണ്ട് അവരിലൊരാളായിട്ട് കേമത്വം നടിച്ചു ദൈവത്തെ തള്ളിപ്പറഞ്ഞോ. ഇങ്ങനെ ദൈവത്തെ തള്ളിപ്പറയുന്നത് പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാനൊരാളെ വിലയിരുത്തണത് അവന് കർത്താവുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലേ എന്നാണ്. ഭയങ്കരമായിട്ട് ശരിക്കും ഞാൻ ഭയങ്കര ചൂസ് ചെയ്താണ് ആൾക്കാരെ കൈകാര്യം ചെയ്യണത്. ദൈവത്തിന് ആവശ്യമില്ലാത്ത ആൾക്കാരെ അല്ലെങ്കിൽ ദൈവത്തെ അംഗീകരിക്കാത്ത കൂട്ടായ്മയിലോ ദൈവത്തെ അംഗീകരിക്കാത്ത ഒരു സാംസ്കാരിക വേദി പോലും അടുക്കത്തില്ല. വൈ ഷുഡ് വി വേസ്റ്റ് അവർ ടൈം? കാരണം ഞാൻ പട്ടം വാങ്ങിച്ചിരിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ദൈവത്തിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കും. അല്ലാതെ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യത്തില്ല. എന്താ കാര്യം വെച്ചാൽ നീ ഇങ്ങനെ പലപ്പോഴും ഇതുപോലെയുള്ള വ്യക്തികളുടെ വിശ്വാസം, പല ആൾക്കാരുടെയും വിശ്വാസം തണുത്തു പോയത് എങ്ങനെയാണെന്നറിയാമോ? വിശ്വാസം പ്രഖ്യാപിക്കാതെ പോയത് കൊണ്ടാണ്. നമുക്ക് വിശ്വാസം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇപ്പോൾ വിശ്വാസം നമ്മൾ സ്വീകരിച്ചു, പക്ഷേ വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിശ്വാസത്തിൽ വളരാൻ പറ്റത്തില്ല. കാര്യം അതുകൊണ്ടാണ് റോമ 4:20 പറയണത്, ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നിട്ട് വിശ്വാസത്തിൽ വളരണം. അപ്പോൾ വിശ്വാസത്തിൽ വളരാൻ കഴിഞ്ഞില്ലെങ്കിൽ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസത്തിൽ നമ്മുടെ LPG അതുപോലെ തന്നെ ലോവർ പ്രൈമറി താമസിച്ച കാലയിൽ പല അണ്ണന്മാർക്കുള്ള കുഴപ്പം എന്താ? വയസ്സമ്പത്തി ഒക്കെ ഉണ്ട്, പക്ഷേ ആദ്യ കുർബാനക്കുണ്ടായ വിശ്വാസം പോലും ഇല്ല ഇപ്പോഴും. ദൈവം കണ്ട അപ്പം തന്നെ കാലെ പിടിച്ചത് കല്ലറിലിട്ട് അടിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് എത്രയോ സാഹചര്യങ്ങൾ ദൈവം കൊടുത്തു, ഇവൾക്ക് എത്രയോ സാഹചര്യങ്ങൾ കൊടുത്തു. കോളേജിലായാലും ലാബോറട്ടറി ആയാലും അതുപോലെ തന്നെ മറ്റു സ്ഥലത്തിലുള്ള സാംസ്കാരിക വേദികളിലായാലും ഒരു മീറ്റിങ്ങിന് മൗന പ്രാർത്ഥന നടത്തണം വിചാരിച്ചോ? മൗന പ്രാർത്ഥന നടത്തുമ്പോൾ പോലും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എന്താ സംഭവിക്കണത്? എന്തോ മുടന്തും മാതവും വന്ന് എഴുന്നേക്കണ പോലെ എഴുന്നേക്കണ കാണാം. എന്താ വെച്ചാൽ എനിക്കിതൊന്നും വലിയ വിശ്വാസമൊന്നും ഇല്ലെന്ന്. ഇവൾക്ക് വിശ്വാസമുണ്ട്, വിശ്വാസമുള്ള കുടുംബത്തിന്, പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ അവിശ്വാസിയായിട്ട് അവിടെ അവതരിപ്പിക്കുന്നതാണ് അവിടെ റേറ്റിംഗ് ലഭിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ അല്ലെങ്കിൽ അവൻ ഒറ്റിക്കൊടുത്തിരിക്കും, തള്ളിപ്പറഞ്ഞിരിക്കും. ഇങ്ങനെയാണ് വിശ്വാസം മങ്ങിപ്പോയത്. ഓരോ വ്യക്തികളുടെ വിശ്വാസം എന്തുമാത്രം ശക്തമായി വളരേണ്ടതായിരുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം വന്ന്, ഞാൻ എന്നെ തന്നെ പുകഴ്ത്തി പറയുകയല്ല, ആ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നി, ദൈവമേ, അതായത് നിലപാടാണ്. അതായത് അവർ ഉടമ്പടി കഴിഞ്ഞ് ഒരു പാലായിലെ ചേച്ചിയാണ്,
കടത്തുരുത്തിലെ ചേച്ചിയാണ്. സാക്ഷി ഇട്ടിട്ടുണ്ട്, ഞാൻ കണ്ടാൽ മതി. ഇപ്പോൾ 10,000 ആയിട്ടുണ്ട്. ആ സാക്ഷ്യം എന്താ? ആ സാക്ഷ്യം എന്ന് പറയണത് അവർ ഒരു സാധാരണ കുടുംബത്തിൽ കന്നുകാലികളൊക്കെ വളർത്തി അതിന് പുല്ലൊക്കെ ചെത്തിക്കൊടുത്ത് പുല്ല് ചുമന്നുകൊണ്ട് പോയി കൊടുക്കണമെന്നാണ് പറയണത്. പക്ഷെ അവർ പറയണത് അവർക്ക് ആമവാദമാണ് അസുഖം. പക്ഷെ അവർക്കറിയത്തില്ല അത് ആമവാദമാണെന്ന്. കാലിലെല്ലാം നീരുണ്ട്, കയ്യിലെല്ലാം നീരുണ്ട്, ശരീരത്തിന് മുഴുവൻ നീരുണ്ട്, നടക്കുമ്പോൾ പ്രയാസമാണ്. എന്താണ് രോഗമെന്ന് പറയും. ഡോക്ടർമാരടുത്ത് ചെന്നാൽ വല്ല ഓപ്പറേഷനോ വല്ലതും വരികയാണ്, നമുക്ക് അതിനുള്ള കാശും കയ്യില്ല, വീട്ടിൽ നിന്ന് പോകാനും പറ്റത്തില്ല, ഇവരിതൊന്നും പറഞ്ഞിട്ടുമില്ല. സങ്കടം, സ്വകാര്യ സങ്കടം അനുഭവിച്ച് സ്വന്തമായിട്ട് തീർക്കുകയാണ്. അത് ഇതുപോലെ ഒരു സംഭവമാണ്. പാസീവ് ഉടമ്പടി വെച്ചിട്ടില്ല. ആളിന് ആമവാദമാണ്, പക്ഷെ ആമവാദമാണെന്ന് പോലും ആളിനെ അറിയത്തില്ല. ത്രശ്യാമ കുര്യൻ എന്നാണ് പേര്. അപ്പോൾ ആമവാദമാണെന്ന് പക്ഷേ ആളിനെ അറിയത്തില്ല. ശരീരം മുഴുവൻ നീരും വെച്ചിട്ടുണ്ട്, അനങ്ങാനും പാടില്ല. അവർ പറയണത് പുല്ല് ചെത്തി ഞാൻ തലയിലൊക്കെ വെച്ചുകൊണ്ടാണ് അച്ഛാ വീട്ടിലോട്ട് വരണത്. കാര്യം വേറെ ആൾക്കാർ നേരത്തെ പുല്ല് ചെത്തുകയാണെങ്കിൽ കിട്ടണ പാലിൻ്റെ കാശ് അവർക്ക് കൂലി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരു കാലത്ത് നമുക്കറിയാമില്ല, കന്നുകാലികളായാലും ശരി, കാർഷിക പരിപാടിയായാലും ശരി, സ്വന്തമായിട്ട് നമ്മൾ അധ്വാനിക്കാതെ ആളെ നിർത്തി അധ്വാനിച്ചിട്ട് ഒരിക്കലും ഒരു മനുഷ്യൻ ലാഭം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് സത്യമായൊരു കാര്യമാണ്. കേരളത്തിൽ കൃഷി നട്ടമെന്ന് പറഞ്ഞാൽ എന്താ? കേരളത്തിൽ കൃഷിക്ക് നട്ടമില്ലാഞ്ഞ് അവനോ വേലെടുക്കണ കാലത്ത് കൃഷിക്ക് ലാഭം ഉണ്ടായിരുന്നു. കാര്യം നമ്മുടെ അധ്വാന ഫലം ലാഭമാണ്. അല്ലാതെ നാട്ടുകാരെ നിർത്തിയിട്ട് അല്ല വേറെ ജോലിക്കാരെ നിർത്തി, ഇപ്പോൾ ബംഗാളിയൊക്കെ നിർത്തിയിട്ട് ആൾക്കാരൊക്കെ വാഴക്കൃഷിയൊക്കെ ചെയ്യണില്ലേ? വാഴക്കൃഷിയൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഇലയും അവന് കൊലയുമായിട്ട് പോകുന്നേ ഉള്ളൂ. അതൊക്കെ കൊണ്ട് അവൻ ബംഗാളിൽ പോവുകയും ചെയ്യും. ചിലർ ജന്മന അന്ധന്മാരുണ്ടാവും. ജന്മന അന്ധന്മാരെ ചില ആൾക്കാർ ഭാര്യമാരെ സുഖപ്പെടുത്തും. അവർ പ്രാർത്ഥിച്ച് അവർക്ക് വിശ്വാസം വർദ്ധിച്ചു. പക്ഷേ ചില വീട്ടിൽ ഭാര്യ അന്ധയായിരിക്കും. ജന്മന അന്ധന്മാരുള്ള വീടുകളില്ലേ, ജന്മന വിശ്വാസമില്ല കുറഞ്ഞിട്ടുള്ള ആൾക്കാർ, അവരെ ഭാര്യമാർ അവർ പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തിയെടുക്കും. പക്ഷേ ചില വീട്ടിൽ എന്നാ പറ്റും, ഭാര്യ അന്ധയായിരിക്കും. പിന്നെ മക്കളെ പറയാണ്ട് മക്കളും അന്ധന്മാർ. 9ാം ക്ലാസ്സിൽ പഠിക്കണ മക്കളായാലും ശരി, അതുപോലെ തന്നെ എൻജിനീയറിംഗ് പഠിക്കണ മക്കളായാലും ശരി, അവരും അന്ധന്മാരാണ്. എന്താണ്? മാതാപിതാക്കന്മാർ അന്ധന്മാരെടുത്ത്. ഇപ്പോഴും അവർ പാരമ്പര്യമായിട്ട് കൊടുത്ത ചെറിയ കുടുംബ പ്രാർത്ഥന ഒക്കാതെയൊക്കെ ചൊല്ലി കുടുംബത്തിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആഴമായിട്ടോ ഇതൊക്കെ വല്ലതും വിശ്വസിക്കാവോ, ഇതൊക്കെ ശരിയാക്കാം, പക്ഷേ ചെയ്തേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്കാനും വേണ്ടി ഇങ്ങനെ മനസ്സിൻ്റെ ഉൾപ്രേരണ പോലെ ഒരു ശീലം പോലെ അങ്ങനെ ചെയ്തു പോകുന്നവരുണ്ട്. ഇവരുടെ മുമ്പിലും എപ്പം ദൈവം അനുഭവങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ അനുഭവങ്ങളെ ഇവർ ഡയറക്റ്റായിട്ട് ഏറ്റു പറയത്തില്ല. എന്താ പ്രശ്നം വെച്ചാൽ അവർക്ക് ക്ഷീണമാണ്. പലരും എന്തിനുണ്ട് കരിസ്മാറ്റിക്കാരെ എതിർക്കാൻ കാര്യം എന്താണ്? കരിസ്മാറ്റ് മേഖലയിലെ ഒരു സൈദ്ധാന്തിക ആശയ ദൈവത്തെയൊന്നും അല്ല പറയണത്. വി ആർ സ്പീക്കിംഗ് ആൻഡ് പ്രൊക്ലൈം ദ ടാൻജിബിൾ ഗോഡ്. നമുക്ക് തൊടാവുന്ന ദൈവത്തെയാണ് പറയണത്. ഇപ്പോൾ യുവമാർക്ക് പേടിയാം. എന്താ കാര്യം? അയ്യോ, ദൈവം സത്യമായിട്ടുണ്ടെന്ന് അനുഭവിച്ചാൽ പിന്നെ നമ്മളെ അഭ്യാസങ്ങൾ നടക്കത്തില്ല. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കേണ്ടി വരും. അത് പേടിയാണ്. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതിൻ്റെ അഭിഷേകം കിട്ടിയ സിമ്പിളാണിത്, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുക എന്ന് പറയണത്. ഇപ്പോൾ ഈ വിശുദ്ധന്മാരെയൊക്കെ നമ്മൾ കാണുമ്പോൾ അവർ വലിയ ഒരു ആനക്കാരും ചെയ്തിട്ടില്ല. ഇൻക്ലൂഡിങ് മദർ തെരേസയെക്കുറിച്ചും എന്താണ്, ഇപ്പോൾ മദർ തെരേസ കോടികൾ പോലും എനിക്ക് തന്നാലും അവർ ചെയ്യണ ജോലി ഞാൻ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആത്മകഥയെ വായിക്കും. പക്ഷെ ഒരു കാര്യം സത്യമാണ്, മദറിനത് സിമ്പിളാണ്. ഒരു കുഷ്ഠരോഗിയുടെ പുഴുവെടുത്ത് അരിച്ച് കളയുന്ന സ്ഥലത്തിരുന്ന് കഞ്ഞി കുടിക്കുന്നതോ അല്ല പുഴുവരിച്ച് കളയണതോ ഒക്കെ എടുത്തു മാറ്റണമൊക്കെ സിമ്പിളാണ്. എന്താ കാര്യം? ദൈവസ്നേഹത്തിൽ അതിൻ്റെ അഭിഷേകം അവർക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ് അഭിഷേകം എന്ന് പറയുന്നത്? എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്ത് വരാനാവില്ലെന്ന് ഈശോ പറഞ്ഞില്ലേ? അത് ചെയ്യാനുള്ളൊരു ആകർഷണമുണ്ട്. എല്ലാം ഒരു ആകർഷണമാണ്. ഇപ്പം ഞങ്ങൾ സെലിബ്രേറ്റായിട്ട്
ഇപ്പം ഞാൻ 62 വർഷമായി അല്ലെങ്കിൽ 36 വർഷമായിട്ട് പൗരോഹിത്യത്തിൽ നിൽക്കുക. ഇനി ഒരു ജന്മം കിട്ടിയാലും ഇതിന് ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഓപ്ഷൻ ഇല്ലെന്ന് പറയും. കാര്യം വെച്ചാൽ ഞാൻ കുടുംബജീവിതത്തിൽ നിന്ന് എനിക്ക് കിട്ടാവുന്ന റിട്ടേൺസ് എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. കാര്യം ഞാനൊരു 21 ലക്ഷം കുടുംബങ്ങളെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് നല്ല കുടുംബങ്ങളുണ്ട്, ദൈവാശ്ചര്യമുള്ള കുടുംബങ്ങളുണ്ട്, അല്ലാത്ത കുടുംബങ്ങളുണ്ട്, മീഡിയം ഫാമിലീസുണ്ട്. ഒരു ഫാമിലി വളർന്നാൽ എന്തുമാത്രം വളരാൻ പറ്റും എന്നെനിക്കറിയാൻ പറ്റും. പക്ഷെ ഒരു പൗരോഹിത്യം വളർന്നാൽ അതിനൊരു അറ്റവും ഉണ്ടാകത്തില്ല, അറുതിയും ഉണ്ടാകത്തില്ല. എന്താ കാര്യം? ഇവൻ ഫുൾ ടൈമർ കൃപയാണ്, ഫുൾ ടൈമർ കർത്താവിൻ്റെ ശുശ്രൂഷയിലാണ്. അതിൽ ആകർഷണം കിട്ടിയിരിക്കുകയാണ്, അതിൽ അഭിഷേകം കിട്ടിയിരിക്കുകയാണ്. അതിൽ നിന്നുള്ള റിട്ടേൺസ് എന്ന് പറയുന്നത് നമ്മൾ എവിടെ തലകുത്തി പറഞ്ഞാലും എപ്പോഴും കരുണയുടെ വർഷം പ്രഖ്യാപിച്ചെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞപ്പോൾ ഞാൻ കൃപാസനത്തിൽ പ്രസംഗിച്ചത് എന്താണെന്നറിയാവോ? ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു, അല്ലെങ്കിൽ ഭക്ഷണമില്ലാതെ ഭക്ഷണം കൊടുക്കുക, അതുപോലെ തന്നെ അങ്ങനെയുള്ള ദൈവത്തിൻ്റെ കരുണയെ ചുമ്മാ ഒരു സാമൂഹ്യ പ്രവർത്തനമായിട്ട് തരം താഴ്ത്തരുത്. ലോകത്തോട് കാണിക്കുന്ന സഭയാണെങ്കിൽ ലോകത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കരുണ എന്താണ്? യേശുവിനെ അറിയാത്തവരെ അറിയിക്കുകയാണ്. അതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടാതെ മറ്റ് അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന കാര്യവും അതുപോലെ തന്നെ അഭയം നൽകുന്ന കാര്യവും അതൊക്കെ യേശുവിന് മുമ്പ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. യേശുവിന് ശേഷമൊന്നുമല്ല ആൾക്കാർ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ തുടങ്ങിയത്. യേശുവിന് മുമ്പും ആൾക്കാർ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുമായിരുന്നു. തോബിയാസിനൊക്കെ പുസ്തകത്തിൽ എന്താ? മരിച്ചവനെ അടക്കണം. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നീ തെരുവീഥികൾ ചെല്ലൂ, അവിടെ ചെന്ന് നോക്കിയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാത്തതുണ്ടെങ്കിൽ വിളിച്ചോണ്ട് വാ, അവന് വരുന്നവരെ ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നോളാമെന്ന് തോബിയാസ് മകനോട് പറയണതേ പുതിയ നിയമത്തിൽ പോലും ഇല്ല സംഭവം. താറ്റിമിസാൻ്റെ അർത്ഥം എന്താ? അവൻ പക്ഷേ വന്നിട്ട് എന്താ പറയണത്? ഒരു ശവം കണ്ടെന്നാ പറയണത്. അപ്പോൾ തോബിയാസ് കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റിട്ട് പോയി ആ ശവം മാറ്റി വെച്ചും അവിടെ ഇരുന്ന് സന്ധ്യാവോളം സാപത്ത് കഴിഞ്ഞിട്ട് അടക്കിയിട്ടാണ് തിരിച്ചു വന്ന് ഭക്ഷണം കഴിക്കണത്. അത്രയും തീഷ്ണമായിട്ട് പുതിയ നിയമത്തിലില്ല. അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? യേശുവിന് മുമ്പേ ഇവിടെ മനുഷ്യത്തിൻ്റെ മാനവികതയോടുകൂടി ജീവിക്കുന്ന, ശവത്തോടും ജീവിച്ചിരിക്കുന്നവരോടും ഒരേ ബഹുമാനം കാണിക്കുന്ന ഒരു സമൂഹം, യഹൂദ സമൂഹം നിലനിന്നിരുന്നു എന്നുള്ള ആ സമൂഹത്തിൻ്റെ മൂല്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പുതിയ നിയമത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ നിയമത്തിലെ ശത്രു സ്നേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് വേണേൽ പറയാം. കർത്താവ് പറഞ്ഞതാണ്, നീ നിൻ്റെ ശത്രുക്കളെ സ്നേഹിക്കുക, നിൻ്റെ അയൽവാസികളെ സ്നേഹിക്കുക. അത് യഹൂദനില്ലാത്തൊരു കുറവാണ്. അതിൽ നിന്ന് ഉയർത്തിയപ്പോൾ മാനവരാശി തന്നെ ഒപ്പം ഉയർന്നു പോയി. മാനവികത, അതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. മാനവിക ഉത്തുംഗമായ മഹത്വപൂർണമായ മാനവികതയുടെ അവസാന വാക്കാണ്. പക്ഷെ അത് അങ്ങനെ പറയുമ്പോഴും ആ മാനവികതയ്ക്ക് വേണ്ടി കരുണ കാണിക്കുമ്പോഴും ആ കരുണയ്ക്കൊരു പരിമിതിയുണ്ട്. എന്താ കാരണം? യേശുക്രിസ്തുവിനെ അറിയിക്കുകയാണ് സഭയുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വം. അത് യേശുവിൻ്റെ വചനങ്ങളിൽ ലഭിക്കുന്ന കുറച്ച് വചനങ്ങളെ, ഇതുപോലെയുള്ള വചനങ്ങളെ ഗുഡ് സാമരിറ്റൻ എക്സാമ്പിൾ അനുസരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരങ്ങളും വഴി വ്രണപ്പെട്ട് കിടക്കുന്നവരെ താങ്ങിയെടുക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, ആ ഗുഡ് സാമരിറ്റൻ്റെ വ്യക്തിക്ക് ശരീരം മാത്രമല്ല ഉള്ളത്, അവനൊരു ആത്മാവുണ്ട്. അത് ദൈവത്തിന് വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ്. വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞതുപോലെ, ദൈവമേ അങ്ങ് ഞങ്ങളെ നിനക്ക് വേണ്ടി സൃഷ്ടിച്ചു, നിന്നിലെത്തുന്നവരെ ഞാൻ എൻ്റെ ആത്മാവ് എന്തുമാത്രം അസ്വസ്ഥമാകുന്നു. അതാണ് പാട്രിക്സ് ആയിട്ടുള്ള സഭാപിതാക്കന്മാരുടെ ആത്മനൊമ്പരങ്ങൾ. സഭാപിതാക്കന്മാരുടെ ആത്മനൊമ്പരങ്ങൾ ശരീരത്തെക്കുറിച്ചുള്ള വ്യാപരാധി അല്ലായിരുന്നു. സഭാപിതാക്കന്മാരുടെ ആത്മനൊമ്പരങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യൻ്റെ ആത്മാവിനെക്കുറിച്ചായിരുന്നു. ഗുഡ് സമരിറ്റനെക്കുറിച്ച് പ്രഖ്യാപിക്കുമ്പോൾ ഗുഡ് സമരിറ്റൻ്റെ ആത്മാവിനെക്കുറിച്ച് വ്യവരാധി കൊള്ളുന്ന ഒരു സഭയുടെ കാലികമായ ബാധ്യതയെക്കുറിച്ച് കരുണയുടെ വർഷത്തിൽ പോലും സഭ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ സംതിങ് റോങ് സംവെയർ എൽസ്.
അത് അന്നും ഞാൻ പറയും, ഇന്നും ഞാൻ പറയും. സഭയുടെ ആദ്യത്തെ പ്രവർത്തനങ്ങൾ എന്താണ്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക. പിന്നെ എന്താണ്? അറിഞ്ഞവനെ ആ അറിവിൽ ആഴപ്പെടുത്തുക. അതൊരു കാരുണ്യ പ്രവൃത്തിയാണ്. അതൊരു കാരുണ്യ പ്രവൃത്തിയാണ്. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഇപ്പോഴെന്താണ് ഈ നിഷാ വിൻസന് സംഭവിച്ചിരിക്കുന്നത്? അവർ യൂട്യൂബിൽ കാണിച്ച് അലർജി വന്ന കൈ കാണിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പിറ്റേ ദിവസം സംഭവിച്ചു, കൈ ചൊള്ളച്ച് പൊട്ടി, മുമ്പത്തേക്കാൾ വികൃതവും വേദനയുമായി. പേടിച്ചു പോയി അവർ. വിശ്വാസത്തിൻ്റെ വഴികളിൽ ഇതുപോലുള്ള ചില അനുഭവങ്ങൾ വരും. അപ്പോൾ അവർ തന്നെത്താൻ ആത്മകഥം പോലെ പറയണം, ദൈവമേ കർത്താവിനെ പരീക്ഷിക്കേണ്ടായിരുന്ന, വെറുതെ അലർജി ആ വല്ലോടത്ത് ഇരുന്നാൽ മതി, പണ്ടത്തെ പോലെ ഞാൻ കണ്ടു വന്നാൽ മതിയായിരുന്നു. എന്താ, ദൈവം പോലെ ഇത് ആറാമത്തെ വയസ്സ് വന്ന അലർജിയാണ്, ഇനിയിപ്പോൾ ഇത് ദൈവം പോലും ഇത് എടുക്കത്ത് ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ തന്നെ വിഷയത്തെ ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് ദൈവ തിരുസന്നിധി വെക്കാത്തതിൻ്റെ കാരണം നമുക്ക് അത് വെക്കാനുള്ള വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇവളൊരു പരീക്ഷത്തിന് ഒരുങ്ങുകയാണ്. ചുമ്മാ വെക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൈ കാണിച്ചപ്പോൾ എന്നാ പറ്റി? വെളുക്കാൻ തേക്കണ പാണ്ടായി. എന്ത് പറ്റി? കൈ ചീർത്തോടുകൂടി കർത്താവിനോട് ഇവൾ സോറി പറഞ്ഞു. കർത്താവെ, ഞാനങ്ങ് എൻ്റെ വിശ്വാസത്തെ ഞാൻ അങ്ങയുടെ തിരുസന്നിധി പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് മാപ്പ് തരണം, എനിക്ക് പഴയതുപോലെ ആയാൽ മതി. എന്താ, അലർജിയെങ്കിൽ അലർജി, 6 വയസ്സുള്ള അലർജിയെങ്കിൽ അലർജി, അതുപോലെ ആയാൽ മതി. ഇതെന്ന് പറഞ്ഞപ്പോൾ ചീർത്ത് കൈ മറ്റു നാട്ടുകാരെ കാണിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എനിക്ക് പഴയ അവസ്ഥയെ വന്നാൽ മതിയെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 വയസ്സ് മുതൽ അലർജി ഉണ്ടല്ല, ആ കുരുവൊക്കെ കൊമ്പി നിൽക്കുന്ന അവസ്ഥ, അതിലേക്ക് വന്നാൽ മതി എന്നാണ് മനസ്സുകൊണ്ട് അവർ ഓർക്കുന്നത്. ദാറ്റ് മീൻസ് എന്താണ്? ഷീ ഈസ് റെഡി ടു അക്സെപ്റ്റ് ദ ഓൾഡ് ക്രോസ്. പഴയ കുരിശ് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. എന്തിനാണ്? ആർക്ക് വേണ്ടിയാണ്? ഒന്നിനും വേണ്ടിയല്ല. ഇങ്ങനെ ഒന്നിനും വേണ്ടിയല്ലാതെ, ആർക്കും വേണ്ടിയല്ലാതെ, ഉടമസ്ഥനില്ലാത്ത എന്തുമാത്രം സഫറിങ്സാണ് മനുഷ്യൻ അനുഭവിക്കുന്നത്. ഇതെങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് ചിന്തിക്കണം. കാര്യം ആ വിഷയം ഞാൻ ഉടമ്പടി വെച്ചില്ല എന്നൊക്കെ ചില ആൾക്കാർ പറയണില്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ചേച്ചിയുടെ നമ്മളെ ത്രശ്യാമക്കുര്യൻ കടത്തുരുത്തില്ലേ എന്താ സംഭവിച്ചിരിക്കണത്? അവർ ഇവിടെ ഉടമ്പടി ചെയ്തപ്പോൾ പുതുക്കിയപ്പോൾ അവരോട് ആരോ പുതുക്കിയ ആൾക്കാർ അച്ഛൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞ് ഇതൊക്കെ ഇവരുടെ മനസ്സിൽ ഇതൊക്കെ പോകുന്ന കാര്യം, ചിന്തിക്കുന്ന കാര്യം അറിയത്തില്ല. അവരെല്ലാവരും കൂടി വന്ന് കണ്ട് എല്ലാവരെയും പ്രാർത്ഥിക്കണ പോലെ അവരുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അവരെ പ്രാർത്ഥിച്ചു. പക്ഷെ അവർ സാക്ഷ്യം എന്താ പറഞ്ഞിരിക്കണമെന്ന് അറിയാവോ? ഈ ആമവാദം ഇങ്ങനെ വീർത്തിരിക്കണ, ശരീരം മുഴുവൻ വീർത്തി കെട്ടിരിക്കുന്ന ബോഡിയില്ലേ, ഉപ്പ് മാങ്ങ പോലെ ഒട്ടിപ്പോയെന്നാ. അതാ അവരുടെ വാക്കി വൈന്ന് വന്നിരിക്കുന്നത്, ഉപ്പ് മാങ്ങ പോലെ ഒട്ടിപ്പോയെന്നാ. അപ്പം അതിൻ്റെ ആ താഴെ സാക്ഷി ഇട്ടിരിക്കുന്നത് യേശു ക്രിസ്തു ഇന്നും ജീവിക്കണമെന്നാണ്. നിൻ്റെ ഏത് രോഗങ്ങളും ഏത് വിഷയങ്ങളും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഞാൻ സാക്ഷ്യം എന്താണ്? 13 വർഷമായിട്ട് കേരളത്തിലെ മുഴുവൻ ആശുപത്രിയിലും പോയിട്ടും കുട്ടികളില്ലാത്ത വ്യക്തി, നീ പോ, കർത്താവ് നിന്നെ കുഞ്ഞിനെ തരും എന്നീ ആൾക്കാരെന്ന് പറയുമ്പോൾ ഈ വിശ്വാസത്തിലേക്ക് വന്നൊരു വഴികളുണ്ട്. ശരിക്കും നല്ല സങ്കടകരമായ വഴികളാണ്, ചെറിയ വഴികളൊന്നുമല്ല, സങ്കടകരമായ വഴികളിലൂടെയാണ്. അപ്പോഴെല്ലാം നമ്മുടെ ജീവിതത്തിൽ സങ്കടകരമായ വഴികളിലൂടെ ദൈവം കൊണ്ടുപോകണ എന്തിനാ? വിശ്വാസം ഉറപ്പിക്കാനാണ്. അവൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. ഞാൻ ഈശോയോട് പലപ്പോഴും ചോദിച്ചിട്ടേ, ഈശോ വചനം വായിക്കുമ്പോഴൊക്കെ ഈശോയുമായിട്ട് പലപ്പോഴും ഞാൻ തർക്കിക്കാൻ തുടങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഉദാഹരണത്തിന് ഈശോയ്ക്ക് സ്വഭാവത്തിലുള്ളത്, നമുക്ക് ഈശോയുമായിട്ട് സഞ്ചരിക്കണമെങ്കിൽ ഈശോയുടെ സ്വഭാവം പഠിക്കണം. ഈശോയുടെ സ്വഭാവം പഠിക്കാത്ത കൊണ്ടാണ് ഈ ആൾക്കാർക്ക്, അമ്മയ്ക്കാണെങ്കിലുള്ള ഗുണമെന്ന് പറയുന്നത് പച്ചവെള്ളം പോലെ ഈശോൻ്റെ സ്വഭാവം അറിയാം. അത് കാരണം ഈ അമ്മ ക്ഷോഭിക്കത്തില്ല. എന്താ കാര്യത്തിൽ എന്തെല്ലാം വിഷയം ഇപ്പം ഈശോയുടെ ഭാഗത്തുനിന്ന് ക്ഷോഭകരമായ അനുഭവങ്ങളുണ്ടാവും ഈശോയുടെ ഭാഗത്തുനിന്ന്. എന്താ കാര്യം ക്ഷോഭകരമായ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നസ്രത്തിൽ നിന്ന് ഇവർ ജെറുസലേമിലേക്ക് പോകുന്നു. അവിടെ നിന്ന് വീണ്ടും 3 ദിവസത്തെ വഴി അവർ തിരിച്ച് നടക്കുമ്പോഴാണ്
ഔസപിതാവും മാതാവും തമ്മിൽ കണ്ടെത്തിയിട്ട് കൊച്ചു കയ്യിലില്ല, ഈശോനെ കാണാനില്ലെന്ന് പറയണത്. അപ്പോൾ അവർക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ ഭയങ്കര സംഭ്രമം എന്ന് വെച്ചാൽ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടേ ഔസപിതാവിന് പേടിയുണ്ട്. മത്തായി ശ്രീകാട് സുവിശേഷം 2:22 ആ പേടി. ഈശോ ഉണ്ടാക്കി കൊടുത്ത ട്രബിളുകൾ, നമ്മുടെ ജീവിതത്തിൽ ഈശോ ഉണ്ടാക്കി തരുന്ന ട്രബിളുകൾ കുറേ ഉണ്ട്. നീ വിശ്വാസിയാണെങ്കിൽ ഇതിലൂടെ നിനക്ക് വളരാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഞാൻ എന്തുകൊണ്ടാണ് ഓരോ വ്യക്തിയോട് മകൾ നിനക്ക് കുഞ്ഞിനെ കിട്ടുമെന്ന് പറയണത് യേശുവിൻ്റെ നാമത്തിലാണ്. കാര്യം യേശു എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കി തന്ന കുറേ ട്രബിളുണ്ട്. ആ ട്രബിളിനോടെല്ലാം ഒരു ആരോടും പരാതിയില്ലാതെ ഈശോയും ഞാനും മാത്രമായിട്ട് അത് കൈകാര്യം ചെയ്തിട്ടുള്ള കാലങ്ങളുണ്ടാകും. നാളെ എങ്ങനെയാണ് നമുക്കറിയത്തില്ല. ഇന്ന് വരെ ഉള്ള കാര്യമാണ് ഞാൻ പറയണത്. ഞാനിത് പറയാൻ കാര്യം നിങ്ങൾക്കോ ഇത് സാധിക്കുമെന്ന് പറയാൻ വേണ്ടിയാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അമ്മ എന്താ ചെയ്തിരിക്കണത്? ഈ 114 കിലോമീറ്റർ നടന്ന് തിരിച്ച് അണ്ണാക്കം തള്ളി ഒരു നാരങ്ങ വെള്ളം കുടിക്കാനുള്ള കാശ് പോലും ഇല്ലാതെ തിരിച്ച് ചെല്ലുമ്പോൾ ചോദിക്കണ ചോദ്യം എന്താണ്? എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ. ദാറ്റ്സ് ഓക്കെ. അത് അല്ലല്ലോ ആദ്യം പറയേണ്ടത്. അപ്പം ക്ഷോഭിക്കാൻ പറ്റും തീർച്ചയായിട്ടും. നീ എന്ത് മാങ്ങാത്തിലായി പറയണത്? ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്. ഞങ്ങൾ അണ്ണാക്കം തള്ളി ഇവിടെ ഒന്നാമത്തിൽ ഒരു ഉളിയും കൊട്ടുപടിയും എടുത്തിട്ട് കാണിച്ചിട്ടാണ് ബാക്കി ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി ഉണ്ടാകുന്ന കാശ് കൂസി കൂട്ടിയാണ് പെരുന്നാളിന് പോണത്. ആ ആളിനെ കൊണ്ട് ഇരട്ടി നടപ്പ് നടത്തിച്ചിരിക്കണത്. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിവിടെ തങ്ങുകയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ അവിടെ നിന്നേനെ. അങ്ങനെ ഒരു വാക്ക് പറയാഞ്ഞതിൻ്റെ പേരിൽ ജീസസ് ഉണ്ടാക്കി കൊടുത്ത ട്രബിൾ ഭയങ്കരമാണ്. പക്ഷെ ആ ട്രബിളിനോടെ ഇവർ കൈവരിച്ചിട്ടുള്ള ഒരു സംഭവമുണ്ട്. എന്താണ്? ക്ഷോഭിക്കാത്ത സുവിശേഷം. ഹു ഇസ് മേരി? ആരാണ് അമ്മയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അമ്മ ഒരു ക്ഷോഭിക്കാത്ത സുവിശേഷമാണെന്ന്. ക്ഷോഭിച്ചില്ലല്ലോ. ഇത്രയും വലിയ കാര്യങ്ങൾ പറഞ്ഞ് ഇത്രയും കഷ്ടപ്പാടുണ്ടായിട്ടും അമ്മ ക്ഷോഭിച്ചില്ലല്ലോ. നിങ്ങൾ പറയാം അമ്മ കുരിശെ കയറിയില്ലെന്ന്. കാണാത്തത്തിന് കുരിശെ കയറിയിട്ടാണ് അമ്മയായത്. ശ്രുതികട്ടെ. നീ ഇപ്പോൾ പറയില്ല എൻ്റെ അച്ഛാ, ഇപ്പം എൻ്റെ വീട്ടിൽ ചെന്ന ഭാര്യ പോലും എന്നോട് മുഖത്ത് നോക്കി സംസാരിക്കണില്ല. അപ്പം നീ എന്ത് ചെയ്യണം? അത് വിജനസ്ഥലമായി ശരിക്കും. ചിലപ്പോൾ നിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടം വന്നായിരിക്കും കാര്യമേ, ബിസിനസ് പൊട്ടിപ്പോയതായിരിക്കും കാര്യം. ഭാര്യ അത് ഉൾക്കൊള്ളാനുള്ളൊരു മാനസികാവസ്ഥയിലേക്കല്ല അവർ ട്രെയിൻ ചെയ്ത് വന്നത് കുഞ്ഞുനാൾ മുതലേ. ചിലപ്പോൾ എല്ലാം നല്ലത് തന്നെ കണ്ട് വളർന്നു വന്ന ആളായിരിക്കും, മോശം കണ്ട് വളർന്ന് കാണത്തില്ല. അപ്പം അവർ നിൻ്റെ മോശം കണ്ടപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, അവർ മിണ്ടണില്ല. ഇപ്പം വിജനസ്ഥലമായി. ഇതാണ് വിജനസ്ഥലം. ദൈവത്തിലെ ഓരോ അകൽച്ചയും അവസാനമേ രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഡിസ്ക്രിപ്ഷൻ ഭയങ്കരമായ നമ്മുടെ ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കണതേ, കർത്താവ് കടലിൻ്റെ മീതെ നടന്ന് വന്നപ്പോഴേ ഇവർ ഭൂതമെന്നൊക്കെ പറഞ്ഞു. സ്വാഭാവികമായിട്ട് അന്നത്തെ വിശ്വാസമാണത്. പക്ഷേ അതിനുശേഷം ഇവർ വള്ളത്തിൽ കയറ്റുന്നുണ്ട്. ആരെ? യേശുവിന്. മർക്കോസാണ് വള്ളത്തെ കയറ്റണത്, യോഹന്നാൻ വള്ളത്തെ കയറ്റത്തില്ല. കാര്യം രണ്ടുപേരുടെയും ലക്ഷ്യം വേറെയാണ്. മർക്കോസിൻ്റെ സുവിശേഷം ഏതാണ്ട് ആദ്യകാലങ്ങളിൽ എഴുതിയതാണ്. കർത്താവ് കൂടെ ഉണ്ടാകും എന്ന് പറയുന്ന കൈ പിടിച്ച് നടക്കുന്ന ഒരു കാലമുണ്ട്, ആദിമസഭയെ വളർത്തിയ കാലം. ആദിമസഭ മാർക്കോസിൻ്റെ കാലം സുവിശേഷം എഴുതുന്നത് റോമാലേഖനം അല്ലെങ്കിൽ കൊരിന്ത്യസ് ലേഖനം ഒക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം ആദ്യം എഴുതുന്ന സുവിശേഷമാണ്. അപ്പം ആ കാലങ്ങളിലെ മർക്കോസിൻ്റെ കമ്മ്യൂണിറ്റിയോട് പറയണത് ഇതാണ്: ഏത് കടക്ഷോഭം ഉണ്ടായാലും ഏത് കൊടുങ്കാറ്റുണ്ടായാലും ഒടുവിൽ കർത്താവ് വന്ന് നിൻ്റെ കുടുംബത്തിൻ്റെ വള്ളത്തെ കയറുമെന്ന് പറയും. യോഹന്നാൻ പക്ഷേ എഴുതുന്നത്, സുവിശേഷം എഴുതുന്നത് അങ്ങനെയുള്ള മുട്ടായി കൊടുത്തുള്ള സുഖിപ്പിക്കൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇല്ല. കുറച്ചുകൂടി മച്ചുറായി ആദിമസഭ വളർന്ന് ഡയോക്ലേഷ്യനെ കണ്ടു, കലിഗുലയെ കണ്ടു, അവന്മാരുടെ കയ്യിരിപ്പ് അനുഭവിച്ചതിന് ശേഷം വെയിലിൽ കുരുത്തത് വെയിലത്ത് വാടാത്ത ഒരു സഭയോട് യോഹന്നാൻ AD 84 സുവിശേഷം എഴുതുന്നത്. യോഹന്നാൻ പറയും കർത്താവ് നിൻ്റെ വള്ളത്തെ കയറത്തില്ലെന്ന് പറയും. നീ അത് മുഖിച്ചേ ഇരിക്കണ്ട, കർത്താവ് നിൻ്റെ വള്ളത്തെ കയറത്തില്ല. നിൻ്റെ കടല് നീ തന്നെ മുറിച്ച് കടക്കണം. അയ്യോ എന്ത് മനോഹരമാണ്! കിടക്കാൻ നേരത്താണ്
ഞാൻ ഇതെല്ലാം വായിച്ചും പഠിച്ചും കിടക്കാൻ നേരത്താണ് പെട്ടെന്ന് കർത്താവ് പറഞ്ഞത്. ഞാൻ പിന്നെ എഴുന്നേറ്റ് പുതപ്പൊക്കെ മാറ്റി തിരിച്ചു വന്ന് എഴുതി. കർത്താവെ സൂപ്പറായിരുന്നു. എന്താണ്? യോഹന്നാൻ കർത്താവിന് വള്ളത്തെ കയറ്റുന്നില്ല. അങ്ങനെയുള്ള താൽക്കാലികമായ ഒരു സാന്ത്വനമൊന്നും കൊടുക്കണമില്ല. നിൻ്റെ കടലെ ഞാൻ കൂടെ ഉണ്ടാകും, ഞാൻ കൂടെ ഉണ്ടാകും. അത് 28:20 പറഞ്ഞിട്ടാണ് പോണത്. മത്തായിയുടെ സുവിശേഷം 28:20 പറഞ്ഞിട്ട് യുഗാന്ത്യം വരെ ഐ വിൽ ബി വിത്ത് യു അൺടു ദ ലാസ്റ്റ്. അന്ത്യം വരെ ഞാൻ കൂടെ ഉണ്ടാകും. ഒരിക്കലും നിനക്കുണ്ടാകുന്ന ക്രെഡിറ്റ് ഞാൻ വന്ന് സഹായിച്ച് ഞാനായിട്ട് അടിച്ചു മാറ്റത്തില്ല. അത് നിനക്ക് തന്നെയായിരിക്കും. കാര്യം നീ വിളിക്കപ്പെട്ടിരിക്കുന്നത് റോമ 6 അനുസരിച്ചിട്ട് വിശുദ്ധനാകാനും വിശുദ്ധനാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണെങ്കിൽ നിൻ്റെ കടൽ മുറിക്കാൻ നീ തന്നെ നിൻ്റെ തണ്ട് വലിച്ച് നീ തുഴഞ്ഞ് നിൻ്റെ കടൽ നീ മുറിച്ച് കയറും. നമ്മുടെ പരീക്ഷ നമ്മൾ തന്നെ എഴുതണം. നമ്മുടെ യാത്ര നമ്മൾ തന്നെ ചെയ്യണം. അല്ല ഈശോ വന്നിട്ട് നമ്മളെടുത്തുകൊണ്ട് പോയി നമ്മുടെ യാത്ര ഈശോ ചെയ്ത് തരത്തില്ല. അതായത് ഒരു ഗ്രോൺ അപ്പ് മച്വർ ക്രിസ്ത്യൻ, അതായത് ഒരു തലമുറ കഴിഞ്ഞ് AD 84 സുവിശേഷം എഴുതുമ്പോൾ ഡയോക്ലീഷ്യനെ കണ്ടൊരു സഭയാണത്. കലിഗുലായെ കണ്ടൊരു സഭയാണത്. അതായത് നീറോയെ കണ്ടൊരു സഭയാണ്. തീയിൽ കുരുത്ത ഒരു സഭയാണ്. അത് വെയിലത്ത് വാടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട്. കാരണം എന്താണ്? അവൻ്റെ നാഥൻ ക്ഷോഭിക്കുന്ന കടൽപ്പുറങ്ങളിലൂടെ അവൾക്കൊപ്പം സമാന്തരമായി നീങ്ങും. നമ്മുടെ കടലെ നമ്മൾ തന്നെ തുഴഞ്ഞ് നമ്മുടെ ലക്ഷ്യത്തിലെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിച്ചേരും. അതിൻ്റെ വിജയം മുഴുവനും ദൈവം നമ്മുടെ മുമ്പിൽ തന്നെ നമ്മുടെ കൃപയായി അത് മാറും. അതിമനോഹരമാണ് യോഹന്നാൻ്റെ സുവിശേഷം. ആ വിഷയത്തോടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് ഒരുപക്ഷെ അമ്മയുടെ ജീവിതവും ഇതുപോലെ തന്നെയായിരുന്നു. അമ്മയുടെ കടൽ അമ്മ തന്നെ നീന്തി. അമ്മയുടെ കടലെ അമ്മ തന്നെ നീന്തി. അത് കുരിശുവരെ പുൽക്കൂട് തൊട്ട് പുൽകുന്ന നൊമ്പരക്കടല് കുരിശോളം കൂട്ടായി വന്നിട്ട് അവരാരോടും ക്ഷോഭിക്കാത്ത സുവിശേഷമായി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ജോലി ഇത് കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ ഇതിൽ നിറവേറട്ടെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ദൈവത്തിൻ്റെ ജീവിതത്തിൻ്റെ കുറച്ച് വിഷയങ്ങൾക്കെങ്കിലും, അതായത് ദൈവം ഇതുപോലെ മനഃപൂർവ്വം വൈകിക്കുന്ന വിഷയങ്ങൾക്കെങ്കിലും നിങ്ങൾ ദൈവത്തിൻ്റെ തിരുമനസ്സ് നിറവേറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ ദാസിയാകാൻ, അതിൽ നിന്നാണ് നമുക്ക് വരുമാനം. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യർ സാക്ഷ്യം പറയുമ്പോഴേ ഉടമ്പടി എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് ഇന്നും കിട്ടിയിട്ടില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെയാണ് ദൈവത്തിൻ്റെ കോളമെന്ന് പറയുന്നത്. അതാണ് ദൈവം നിൽക്കുന്ന സ്ഥാനമെന്ന് പറയുന്നത്. അതാണ് നിത്യ നിനക്ക് കൃപയായി നിനക്ക് ഓഹരിയായി കർത്താവിൻ്റെ ഇട്ടുകൂട്ട്, കർത്താവിന് നിനക്ക് വേണ്ടിയുള്ള നിക്ഷേപം, നിൻ്റെ കൃപയുടെ പത്താഴം. സമാപന ആരാധനയും രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. കർത്താവ് എത്രയോ മനോഹരമായിട്ട് നമ്മളോട് ഈ സമയം മുഴുവൻ സംസാരിക്കുകയായിരുന്നു. നീ കർത്താവിനോട് നന്ദിയുള്ളവനായിരിക്കണം. കർത്താവ് ഒന്നും അനീതി ചെയ്തിട്ടില്ല. കർത്താവ് തന്നെ പറഞ്ഞില്ലേ ജീവിതകാലത്ത്, ഞാൻ നിന്നോടൊരു അനീതിയും ചെയ്തിട്ടില്ല എന്ന്. അത് കർത്താവിൻ്റെ സ്വഭാവമാണ്. ദൈവം തന്നോടൊരു അനീതിയും ചെയ്യത്തില്ലെന്ന്, അനീതി ചെയ്തതായിട്ട് തോന്നിയാൽ പോലും ദൈവം അങ്ങനെ ചെയ്യത്തില്ല എന്നുള്ളത് അറിയാവുന്ന ആദ്യത്തെ ആൾ അമ്മയാണ്. അതുകൊണ്ടാണ് അവളെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് കളഞ്ഞത്, ക്ഷോഭിക്കാത്ത സുവിശേഷമായി മാറിയത്. അത് നമുക്കൊരു മാതൃകയാണ്, മധ്യസ്ഥയാണ്. മഹാവെളിപാടുകളുടെ കൃപയുടെ പത്താഴം. ഏതെങ്കിലും വിഷയത്തിൽ അല്പം താമസിച്ചു പോയാൽ അതാണ് നിൻ്റെ ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടിയുള്ള ഇട്ടുകൂട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സുവിശേഷ ശുശ്രൂഷ സമാപിക്കുന്നത്. കർത്താവെ, ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നു, നീ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തിയതിന് നന്ദി പറയുന്നു. കർത്താവെ, കുഞ്ഞുനാൾ മുതൽ നിൻ്റെ തിരുസന്നിധിയിൽ നീ മാത്രം ദൈവം, നീ മാത്രം ഏകരക്ഷകരെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവെ, അമ്മയുടെ മാതൃകയും മധ്യസ്ഥയും പിൻചെല്ലുകൊണ്ട് കർത്താവെ, ഞങ്ങൾ ഇവിടെ ഇപ്പോഴെത്തിയിരിക്കുന്നു. കർത്താവെ, അനേകം മക്കൾ കർത്താവെ, നീ അവരുടെ ജീവിതത്തിൽ നീ ചെയ്തത് എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. കർത്താവെ, അമ്മയെപ്പോലെ അവരും ചോദിച്ചിട്ടുണ്ട്, ഈശോ ഞങ്ങളോട് നീ ചെയ്തത് എന്താന്ന്. കർത്താവ്, ഞങ്ങളോട് ചെയ്തത് എന്തായാലും കർത്താവെ അത് ദൈവത്തിൻ്റെ ഒരു നീതിയാണെന്ന് അമ്മയ്ക്കറിയാമായിരുന്നു. അതുപോലെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് അമ്മയെപ്പോലെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന കിട്ടാത്ത കാര്യങ്ങൾ, താമസിച്ച കാര്യങ്ങൾ, കടകവിരുദ്ധമായി സംഭവിച്ച വിഷയങ്ങൾ എല്ലാം കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പ്രാർത്ഥനകളെല്ലാം കേട്ടുകൊണ്ട്
കർത്താവെ ഈ സംഭവങ്ങളെല്ലാം കർത്താവ് അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങളോട് കരുണ തോന്നണം. തിരുവിലാൽ മുറിവേറ്റവനെ കരുണ തോന്നണമേ കർത്താവ്. തിരുവിലാൽ മുറിവേറ്റ കരുണ തോന്നണമേ. മുൾക്കിടം ചൂടിയവനെ കരുണ തോന്നണമേ. മുറിവേറ്റ കരുണ തോന്നണമേ. കർത്താവിന് വിശുദ്ധരക്തം, കർത്താവിന് വിശുദ്ധരക്തം. എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ മാരക രോഗികളിലേക്ക് കർത്താവ് മഴയായി പെയ്യട്ടെ. മാരക രോഗികളിലേക്ക് കർത്താവ് മഴയായി പെയ്യട്ടെ. ഈശോ ഈശോ മരുന്ന് പിടിക്കാത്ത രോഗികൾ കണ്ണിലൂടെ പ്രാർത്ഥിക്കുന്നു. പണമില്ലാത്ത രോഗികൾ ആശുപത്രി അകപ്പെട്ടവർ, നോക്കാനും തിരക്കാനും ഇല്ലാത്തവർ കർത്താവ് വേദനയോടെ ദൈവമേ നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് തേറിക്കൊണ്ട് കണ്ണിലൂടെ പ്രാർത്ഥിക്കുന്നു. ഈശോ കൈ നീട്ടണമേ. കൈ കർത്താവെ ഈ സമുദ്രത്തിന്മേ കൈ നീട്ടുന്നതുപോലെ ജീവിത സമുദ്രങ്ങളെ തിരയുന്നവരെ, ദുഃഖത്തിന്റെ രോഗത്തിന്റെ തകർച്ചയുടെ കർത്താവെ കരങ്ങളാൽ സമുദ്രങ്ങളാൽ ഉള്ളം തിരയുന്നവരുടെ മേൽ നീ കൈ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവൻ കൈ നീട്ടെ, സമുദ്രത്തിലേക്ക് കൈ നീട്ടെ. ക്ഷോഭിക്കുന്ന സമുദ്രത്തിലേക്ക് കൈ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു അടങ്ങുക, ശാന്തമാവുക. ആ കൈകള് കർത്താവെ പുരുഷാന്തങ്ങളുടെ മാന്ത്രങ്ങളുടെ കർത്താവെ വേദനിക്കുന്ന മനുഷ്യരാശിയുടെ മേൽ കർത്താവ് നീട്ടിയ അതേ കൈകൾ കർത്താവെ ഇപ്പോഴും നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിനം ഓൺലൈനിൽ കണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങൾ കർത്താവെ ദുഃഖക്കടലായി സങ്കടക്കടലായി തിരയുന്ന കുടുംബങ്ങൾ, മക്കളുടെ ദുർനടപ്പുകള് കർത്താവ്, മക്കളുടെ തെറ്റായ ബന്ധങ്ങൾ കർത്താവെ, പാപകരമായ ജീവിതങ്ങൾ കർത്താവെ, ആ പാപക്കടലിലേക്ക് കർത്താവെ അടങ്ങുക, ശാന്തമാവുക എന്ന് കർത്താവെ നിന്റെ കൈ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തിരയെ മുറിച്ച് കടന്ന് അവനവന്റെ കടലുകൾ അവനവന്റെ വിശ്വാസത്തോടെ അവനവന്റെ കുടുംബത്തോടിൽ അവനവന്റെ നുഴയുമ്പോഴേ കർത്താവെ ചാരേ വന്നണയുന്നവനെ കൂടെ സഞ്ചരിക്കുന്നവനെ, സമാന്തര സഞ്ചാരി കർത്താവെ, ഞങ്ങളുടെ സങ്കടങ്ങളുടെ സമാന്തര സഞ്ചാരി ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, നന്ദി പറയുന്നു. ഉന്നതമായ നാമത്തിലെ മാരക രോഗങ്ങളെ, ഉന്നതമായ നാമത്തിലെ വേദനകളെ, ഉന്നതമായ നാമത്തിലെ കുടുംബത്തിന്റെ സങ്കടത്തിന്റെ രോഗത്തിന്റെ കടങ്ങളുടെ കടലുകള്, സങ്കട കടലുകള്, തെരയുന്ന ഹൃദയങ്ങള് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. സഭയുടെ സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ. ഈശോ സഭയുടെ സമയ കടികാരവുമായി കർത്താവെ തിരുനഞ്ചിലെ സമയ കടികാരവുമായി കൃപാസ്ഥാനത്താരെ പ്രത്യക്ഷപ്പെട്ട് അമ്മയുടെ മധ്യസ്ഥത്തില് അമ്മയെ മധ്യസ്ഥ നിർത്തിക്കൊണ്ട് ആയിരങ്ങൾ പതിനായിരങ്ങള് ഈ ഓൺലൈനിൽ പ്രാർത്ഥിക്കുമ്പോഴേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജോലിയില്ലാത്തവരെ, പരീക്ഷ ഒത്തു വരാത്തവരെ, പരീക്ഷ ജയിക്കാത്തവരെ, കർത്താവെ പരീക്ഷയ്ക്ക് പരാജയപ്പെട്ടു പോയവരെ, അതിന്റെ പേര് പണം നഷ്ടപ്പെട്ടു പോയവരെ, ജോലി നഷ്ടപ്പെട്ടു പോയവരെ, ജോലി പറഞ്ഞയക്കപ്പെട്ടവരെ, നാട് വിട്ടു പോയവരെ, നാട്ടിലേക്ക് പറഞ്ഞുവിട്ട് അയക്കപ്പെട്ടവരെ, തിരിച്ചു പോകാൻ പറ്റാത്തവരെ, യേശുവേ അകലങ്ങളോട് താമസിക്കുന്നവരെ, അവർക്ക് വീടില്ലാത്തവരെ, വലിയ വാടക കൊടുത്തുകൊണ്ട് കർത്താവെ സാമ്പത്തിക കടങ്ങളിലേക്ക് എത്തിച്ചെന്നവരെ, ഭാര്യയുടെ ജീവിത പങ്കൻ ആടുകൾ തൊഴിൽ കർത്താവെ നഷ്ടപ്പെട്ടു പോയവരെ എല്ലാം ഇപ്പോഴേറ്റെടുക്കണമേ. അതിന്റെ ഔദാര്യത്തിൽ കർത്താവെ കഴിയുന്നവരെ അവരുടെ സങ്കടങ്ങളെ കർത്താവെ ഏറ്റെടുക്കണം. കർത്താവെ ഭക്ഷണവും താമസവും മാത്രം കിട്ടിയ പോലുള്ള കർത്താവെ ജീവിതമില്ലാത്ത കർത്താവെ അശരണരെ കർത്താവെ ഓരോരുടെ ഔദാര്യത്തിൽ ജീവിക്കുന്നവരുടെ മേൽ കർത്താവിന് കാരുണ്യം ചെയ്യട്ടെ, കർത്താവിന് കാരുണ്യം ചെയ്യട്ടെ, കർത്താവിന് കാരുണ്യം ചെയ്യട്ടെ. ശ്രദ്ധിക്കട്ടെ. ഇപ്പോഴേ അലക്സാണ്ടർ അച്ഛൻ ശുശ്രൂഷയിലെ ആശീർവാദം എന്ന് പറയുന്നത് കരങ്ങളും ദൈവ തിരുസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിശക്തമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ ജീവിതയാത്രയിലുണ്ടാകുന്ന വിജനപ്രദേശങ്ങൾ, എല്ലാവരും തിരസ്കരിക്കപ്പെടുന്ന അവസ്ഥകൾ, രോഗങ്ങൾ നമ്മളെ വേട്ടയാടുമ്പോൾ, ദുരിതങ്ങൾ നമ്മളെ വേട്ടയാടുമ്പോൾ ഇതാ ദൈവത്തിൻ്റെ കൂടെയുണ്ടെന്ന ബോധ്യം, ഇതാ ഉടമ്പടിയെടുത്ത ഓരോ മക്കളെയും ഈ ശുശ്രൂഷ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് കണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളെയും ഇതാ ഈശോ ആശീർവദിക്കുകയാണ്. അവരുടെ കുടുംബങ്ങളെ ആശീർവദിക്കുകയാണ്, അവരുടെ ജീവിത മേഖലയെ ആശീർവദിക്കുകയാണ്. ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾ, ലൈറ്റ് അക്കാദമി പ്രയർ റിക്വസ്റ്റ് പ്രാർത്ഥിക്കുന്ന മക്കൾ, OET IELTS എക്സാം എഴുതുന്ന മക്കൾ, നൈപുണ്യ പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ എഴുതുന്ന മക്കൾ, മാരക രോഗികളായിട്ടുള്ളവരെ, അനേകായിരങ്ങൾ ബഹുമാനോട് ജോസഫത്തിന് കൈ ശുശ്രൂഷ സ്വീകരിച്ചവരെ, അവരെല്ലാം കർത്താവ് സൗഖ്യം നൽകി ആശീർവദിക്കുകയാണ്. കൃപാസനത്തെ പ്രത്യക്ഷയായ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തിരുസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. എല്ലാ കൊറോണ വൈറസ് രോഗികളെയും ഒമിക്രോമ രോഗികളെയും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന,
യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചേർന്ന് പാടാം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായി